നമസ്കാരം. ഇത് വേറൊരു വിവാദത്തിലേക്ക് കാരണമായേക്കാം, പറയാതിരിക്കാൻ വയ്യ. ശബ്ദമലിനീകരണം. ഈ ക്ഷേത്രങ്ങളിൽ നാം ഇന്ന് വലിയ രീതിക്ക് ബോക്സ് വെച്ച് സൗണ്ട് പൊല്യൂഷൻ, ഭഗവാന്റെ നാമമാണല്ലോ എന്ന് പറയരുത്. 200 വർഷങ്ങൾക്ക് മുന്നേ ഭഗവാന്റെ നാമം എങ്ങനെയായിരുന്നു? ഇന്ന് ഒരു കുട്ടിക്ക്, അമ്പലത്തിൻ്റെ അടുത്ത് അധിവസിക്കുന്ന വീടുള്ള ഒരു കുട്ടിക്ക് പഠിക്കുവാൻ സാധ്യമല്ല. 24 മണിക്കൂറും പാട്ട് വെക്കുകയാണ്. വെക്കണ്ട എന്നുള്ള അഭിപ്രായമല്ല. സൗണ്ട് വെക്കുന്ന, സൗണ്ട് സെറ്റ് കച്ചവടം ചെയ്യുന്ന, ഇല്ലെങ്കിൽ അത് വാടകയ്ക്ക് കൊടുത്ത് ജീവിക്കുന്ന ആൾക്കാർക്ക് ഞാൻ എതിരുമല്ല. ഇതേവരും ചിന്തിക്കുക. കാരണം ഇതൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു സങ്കടമുണ്ട്, ദുഃഖമുണ്ട്. കാരണം നമ്മളുടെ പ്രാർത്ഥന മറ്റൊരു ജീവനെ കൊല്ലരുത് എന്നുള്ള ഒരു നിയമം സനാതനധർമ്മത്തിലുണ്ട്. നമ്മൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, പ്രാർത്ഥിക്കാം, പാട്ട് കേൾക്കാം, നടക്കാം, ഡാൻസ് കളിക്കാം, എന്തു വേണമെങ്കിലും ആയിക്കോട്ടെ. മറ്റൊരു വ്യക്തിയെ ബുദ്ധിമുട്ടിലാക്കരുത് എന്നുള്ള ഒരു ചിന്തയുണ്ട്. ഇങ്ങനെ പറയുമ്പോൾ ഏവർക്കും അറിയാം. പക്ഷേ ഈ പാട്ട് വയ്ക്കുമ്പോൾ വെളുപ്പിനെ 4 മണിക്ക് വയസ്സായ ആൾക്കാർ, രോഗികൾ, കൊച്ചുകുട്ടികൾ, പുറത്ത് പറയാൻ പറ്റാത്ത, വാക്കുകൾ പോലും വന്നിട്ടില്ലാത്ത പിഞ്ചു കുട്ടികൾ വരെ ഇതിൽ നിന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ചെവിയിൽ പഞ്ഞി തിരികേണ്ട അവസ്ഥയാണ്. ഇത് സുപ്രീം കോർട്ട് പറയുമോ ഇല്ലയോ നമുക്കറിയില്ല. സാമാന്യ മര്യാദയുള്ളവർ, സാമാന്യമായിട്ട് ചിന്തിക്കുവാൻ ശേഷിയുള്ളവർ, ചിന്താശേഷിയുള്ളവർ ചിന്തിക്കേണ്ട വിഷയമാണ്. നാം ഇങ്ങനെ ഘോരഘോരം പലതരം വേദികളിലും കർമ്മഫലം, നീ ചെയ്യുന്ന കർമ്മത്തിൻ്റെ ഫലം നീ അനുഭവിക്കുക എന്നുള്ളതാണ്. ഈ കർമ്മം ആരനുഭവിക്കും എന്നുള്ളതാണ്. ഈ സൗണ്ട് പൊല്യൂഷൻ, കൊച്ചുകുട്ടികൾ, പിഞ്ചു പൈതൽ നിലത്ത് കിടക്കുകയാണ്, പറയാൻ പോലും പറ്റില്ല, അമ്മേ എനിക്ക് ചെവി വേദനിക്കുന്നു എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇതൊന്നും അറിയാതെ ഗർഭിണികൾ, 10 ദിവസം ഉത്സവമാണ്. ഒരു ക്ഷേത്രത്തിൻ്റെ ഉത്സവം കഴിഞ്ഞിട്ട് ഇപ്പുറത്തെ ക്ഷേത്രം, വലതുവശത്തെ ക്ഷേത്രം കഴിഞ്ഞിട്ട് ഇടതുവശത്തെ ക്ഷേത്രത്തിൽ നിന്നുള്ള സൗണ്ട്, അത് കഴിഞ്ഞ് നേരെയുള്ള, വീട്ടിൻ്റെ നേരെയുള്ള ക്ഷേത്രത്തിലെ സൗണ്ട്. ഇവർക്ക് പരാതി പറയാൻ പോലും പറ്റാത്ത അവസ്ഥ, നാട് വിട്ട് പോകേണ്ട അവസ്ഥ. ഒന്ന് ആലോചിക്കുക. കേരളത്തിന് പുറത്ത്, ഇല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് പോയവർ തിരിച്ചു വരാത്തതിൻ്റെ കാരണം, ഒരു കാരണം ഇതാണ്. സുഖമായിട്ട് ഇരിക്കുവാൻ സാധിക്കും. കേരളത്തിന് പുറത്തുള്ള, ഇന്ത്യക്ക് പുറത്തുള്ള മലയാളികളുടെ അടുത്ത് ചോദിച്ചാൽ മനസ്സിലാവും, സൗണ്ട് പൊല്യൂഷൻ ഇല്ലാത്ത സ്ഥലമാണ്. എന്ത് ഫംഗ്ഷൻ വേണമെങ്കിലും നിങ്ങൾ നടത്തിക്കോളൂ, അതിനൊരു ഫ്രെയിം വർക്ക്, റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ടാകും. അവിടെ പോയി നമ്മൾ ഏതെങ്കിലും പാട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ നടക്കാത്ത കാര്യമാണ്. പക്ഷേ നാം അതനുസരിച്ച് മുന്നോട്ട് പോവുകയാണ്. ക്ഷേത്രത്തിനകത്ത് വോള്യം കുറച്ച് വെച്ച് അവിടെയുള്ളവർ മാത്രം കേൾക്കുവാനായി വെച്ചുകൊണ്ട് ആ റിച്വൽസ് എല്ലാം മുന്നോട്ട് പോവുകയാണ്. പക്ഷേ അത് ഇവിടെ വരുമ്പോൾ, അതേ ആൾക്കാർ ഇവിടെ വരുമ്പോൾ പെരുമാറ്റത്തിലേക്ക് മാറ്റം വരികയാണ്. വെക്കുന്നു ബോക്സ്, കേൾക്കട്ടെ, എല്ലാവരും കേൾക്കട്ടെ, എല്ലാവരും എണീക്കട്ടെ എന്നുള്ള ഒരു ചിന്ത. ഇതേവരും ദയവ് ചെയ്ത് നല്ല രീതിക്ക് എടുക്കണം എന്ന് അപേക്ഷിക്കുകയാണ്, താഴ്മയായിട്ട് അപേക്ഷിക്കുകയാണ്. ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. ഈ ബോക്സ് വെക്കുന്ന സംഘാടകർ, ഇല്ലെങ്കിൽ മൈക്ക് സെറ്റുകാർ, ഇല്ലെങ്കിൽ അതോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ആൾക്കാരുടെ മക്കൾക്കോ ഇല്ലെങ്കിൽ അച്ഛനമ്മമാരോ വയസ്സായിട്ട് രോഗികളായിട്ട് വീട്ടിൽ കിടന്നുറങ്ങാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ നിങ്ങൾ ശബ്ദം കുറയ്ക്കാൻ പറയില്ലേ? ഇത്രയും കാലം വെച്ചില്ലേ? ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഏവരും ചിന്തിക്കുക. ഭഗവാൻ പറഞ്ഞിട്ടില്ല നാമജപം നാം തന്നെ കൂടുതലായിട്ട് ജപിക്കണം എന്നുള്ളതാണ്. ഈ ഒരു സന്ദേശം നല്ല ചിന്തയോടുകൂടി, നല്ല ഇൻറ്റൻഷനോടുകൂടി, ആരെയും വേദനിപ്പിക്കാതെ, ഇല്ലെങ്കിൽ വേദനിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചിന്തയല്ല. ഏവരും നല്ലതിലേക്ക് എടുക്കുക. ഇത് കേട്ട് കുറച്ചു പേരെങ്കിലും ശബ്ദമലിനീകരണം തടഞ്ഞിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോരുന്നു. നമസ്കാരം.